കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, നേരത്തെ രാവിലെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന യാത്രക്കാരെ തടയുന്നതൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴെന്താണ് സാഹചര്യം? സമയം 9:30 അടുക്കുകയാണ്. ഈ പൊതുപണിമുടക്ക് ഏത് തരത്തിൽ ബാധിച്ചു എന്നതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമാവുന്ന സമയമാണ്. അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ശ്യാം. റിജിത്ത്, ജില്ലയിൽ പൊതുപണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. പൊതുഗതാഗത സംവിധാനങ്ങളോ സ്വകാര്യ വാഹനങ്ങളോ, അതായത് സ്വകാര്യ ബസ്സുകളടക്കമുള്ള വാഹനങ്ങളോ ഒന്നും നിരത്തിൽ ഇറങ്ങുന്നില്ല. പണിമുടക്കിനോട് സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യം ഇവിടെ നിന്ന് കൊച്ചിയിൽ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ സമരാനുകൂല സംഘടനകൾ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനം ആരംഭിക്കും. അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന തൊഴിലാളികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വലിയൊരു പ്രകടനം, അപ്പോൾ തന്നെ ഈ തൊഴിലാളികളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രകടനം ഇവിടെ നിന്ന് ആരംഭിക്കുക. അതിനുശേഷം അത് കോർപ്പറേഷന് സമീപം സമാപിക്കുകയും ചെയ്യും. ഏതായാലും ജില്ലയുടെ എല്ലാ ഭാഗത്തും പണിമുടക്ക് പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങളിൽ ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. രാവിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരു ബസ് തൊഴിലാളികൾ തടഞ്ഞു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അത് അവർ തന്നെ അവിടെ തടഞ്ഞിടുകയും ചെയ്തിട്ടുണ്ട്. KSRTCയുടെ മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന ദീർഘദൂര സർവീസുകൾ മാത്രമാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഓട്ടോറിക്ഷകളിൽ ചിലത് ഓടുന്നുണ്ട്. അവർക്കൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രകടനം ആരംഭിക്കും. അതിനുവേണ്ടിയിട്ടാണ് തൊഴിലാളികൾ ഇപ്പോൾ കൊച്ചിയിൽ ഹൈക്കോടതി ജംഗ്ഷന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.